നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി മറ്റൊരു നടനായ വിനായകനെ കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. പരാമർശം മറ്റൊന്നും ആയിരുന്നില്ല. മമ്മൂട്ടി പറഞ്ഞു വിനായകൻ മഹാകുസൃതിക്കാരനാണ് എന്ന്. ആ അഭിപ്രായത്തോട് തീരെ യോജിക്കാൻ കഴിയുന്നില്ല. വിനായകന് പോലും അത്തരം ഒരു അഭിപ്രായം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നുമില്ല. മറ്റൊരു അഭിപ്രായം കൂടി അദ്ദേഹം പറഞ്ഞു, വിനായകൻ നിഷ്കളങ്കനുമാണ്. അതെ, ഒരുപക്ഷെ ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ ആ നിഷ്കളങ്കത്വം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇന്ദ്രൻസ് എന്ന് പറയുന്ന നടനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നൈർമല്യം, ആ നിഷ്കളങ്കത്വം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളിലും ബോഡി ലാംഗ്വേജിലും കൂടി വ്യക്തമാകാറുണ്ട്. അതേപോലെ തന്നെ ഒരുപക്ഷെ വിനായകൻ്റെ ബോഡി ലാംഗ്വേജിലും അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട് പലപ്പോഴും. പക്ഷേ വിനായകൻ കാട്ടിക്കൂട്ടിയ ചില കാര്യങ്ങൾ മുമ്പ് ടി വിയിൽ കൂടി ഞാനും നിങ്ങളും പലപ്പോഴായി കണ്ടിട്ടുണ്ട്. മുഴുവനായി കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം. മുഴുവനായി കാട്ടാനും സാധ്യമല്ല. അങ്ങനെ കാട്ടിയാൽ കാട്ടുന്നവൻ അകത്താവുന്ന ഒരവസ്ഥയാണ്. അത്രയ്ക്ക് മേൽ പരാക്രമങ്ങളാണ് വിനായകൻ കാട്ടിക്കൂട്ടിയത്. അത് മമ്മൂട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കുസൃതിത്തരങ്ങളായിരുന്നു എന്നാണ്. അതല്ലേ മമ്മൂട്ടി അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അദ്ദേഹം കുസൃതിക്കാരനാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ കുസൃതിത്തരത്തോട് എനിക്ക് യോജിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരമൊരു വീഡിയോയിലേക്ക് ഞാൻ ഇറങ്ങി വരുന്നത്. കൂട്ടത്തിൽ അങ്ങനെയെങ്കിൽ മറ്റു പലതും കുസൃതിത്തനങ്ങളാണോ എന്ന് മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ സമ്മതിക്കേണ്ടതായും വരും. അപ്പോൾ ഞാൻ കുസൃതി എന്ന വാക്ക് കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കിയത് ശബ്ദധാരാവലി എടുത്തൊന്ന് മറിച്ചു നോക്കാം എന്നാണ്. അപ്പോൾ ആധികാരികമായ ഒരു നിഘണ്ടു ശ്രീകണ്ഠേശ്വര പത്മനാഭപിള്ളയുടെ ശബ്ദധാരാവലി ഞാനൊന്ന് ആ പേജുകളൊന്ന് മറിച്ചു നോക്കി. അപ്പോൾ കുസൃതി എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. വാസ്തവത്തിൽ അത് ദുർമാർഗം, ശാഠ്യം, കുത്സപ്രവൃത്തി ചെയ്യുന്നവൻ എന്നുമൊക്കെ ഈ കുസൃതി എന്ന പദത്തിന് അർത്ഥമുണ്ട്. അതിന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കൊച്ചുകുട്ടികൾ അവർ കാണിച്ച ചില കുറുമ്പുകൾ, വികൃതികൾ, അത് നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ കുണ്ടാമണ്ടിത്തരങ്ങൾ, ഇതൊക്കെയാണ് മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്താത്ത രീതിയിലുള്ള ചില കൊച്ചു കൊച്ചു വികൃതികളാണ് വാസ്തവത്തിൽ കുസൃതി എന്ന് പറയുന്നത്. ഇപ്പോൾ വിനായകനോ മമ്മൂട്ടിയോ ഞാനോ നിങ്ങളോ ഒക്കെ കേൾക്കുന്നതിൽ ഒരു ഭാഗം ആൾക്കാർ മുതിർന്നവരാണെങ്കിൽ മുതിർന്നവരുടെ ഇത്തരം കാര്യങ്ങളെ നമുക്കൊരിക്കലും കുസൃതിയുടെ ഗണത്തിൽ പെടുത്താനാവില്ല. പക്ഷെ മമ്മൂട്ടി ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം അതിനെ കുസൃതിയുടെ ഗണത്തിൽ പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് മമ്മൂട്ടിയോട് ചോദിക്കാനുള്ള മറ്റു ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത്. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം നിയമസഭയിൽ ചില കലാപരിപാടികൾ അവതരിപ്പിച്ചു. വാസ്തവത്തിൽ ഇതൊരു കേരളത്തിൻ്റെ തനത് കലാരൂപം എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ പോലും ആ വാർത്ത ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ അത് ഒരുപക്ഷെ അത് കുസൃതിത്തരമാണ് എന്ന് മറ്റാരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? അല്ല. അപ്പം അതേപോലുള്ള കുസൃതിത്തരങ്ങളാണ് വാസ്തവത്തിൽ ഇടയ്ക്ക് വിനായകനിൽ നിന്നും ഉണ്ടായത്. വിനായകന് പോലും ഒരുപക്ഷെ താൻ ചെയ്തത് ശരിയായി എന്ന അഭിപ്രായം ഉണ്ടാവില്ല, കുസൃതി ആയിരുന്നു എന്ന അഭിപ്രായവും അദ്ദേഹത്തിനുണ്ടാകാനുള്ള ഇടയില്ല. പിന്നെ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ആ മലപ്പുറത്തെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ കുസൃതി നിറഞ്ഞതായിരുന്നു എന്ന് ഞാനും നിങ്ങളും പറഞ്ഞു വച്ചാൽ അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും. ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ മുകേഷ്, ഗണേഷ് ഇവരുടെയൊക്കെ ചില ചെയ്തികൾ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ചെയ്തികൾ ഉൾപ്പെടെയുള്ള സമാനമായ ചെയ്തികൾ നടത്തിയ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം അത് നമ്മൾ കുസൃതിത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അവിടെയൊക്കെ ഞാൻ വിരൽ ചൂണ്ടുന്നത് ആ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ നിഘണ്ടുവിലെ ശബ്ദധാരാവലിയിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് ഈ ദുർമാർഗം, ദുശാഠ്യം, അല്ലെങ്കിൽ കുത്സിത പ്രവൃത്തികൾ, മറ്റുള്ളവന് ഉപദ്രവമില്ലാതെ നടത്തുന്ന വികൃതികളൊന്നും അല്ല ഇതൊന്നും. അപ്പം അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം കുസൃതി എന്ന് പറഞ്ഞതിനോടുള്ള വിയോജിപ്പാണ് വാസ്തവത്തിൽ ഞാൻ ഈ പറയുന്നത്. ഇനിയും ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ മാത്രമല്ല നമ്മുടെ ഇന്നത്തെ പേരെടുത്ത് പറയുന്നതിൽ കുഴപ്പമില്ല. കാരണം വാർത്തകൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടാണ്. നമ്മുടെ തന്നെ നാട്ടിലെ ഇപ്പോൾ ഉള്ള മന്ത്രിസഭയിലെ ഒരംഗം, പഴയ ഒരു മന്ത്രി, ഇവരുടെയൊക്കെ ഫോണിൽ കൂടിയുള്ള കുസൃതി നിറഞ്ഞ സംഭാഷണങ്ങൾ നമ്മൾ എത്രയോ തവണ കേട്ടു. ഞാനും നിങ്ങൾ കേട്ടു. അത് കുസൃതി നിറഞ്ഞ സംഭാഷണമാണെന്ന് നമുക്ക് തോന്നിയോ? ഇല്ല. മറ്റേതെങ്കിലും വരുന്നവരോട് സംസാരിക്കുന്നത് അത് അതിരുവിട്ട സംസാരങ്ങൾ പോലും നമ്മളത് കേട്ടിരുന്നു. അതിനെയും ഈ മമ്മൂട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊക്കെ കുസൃതി നിറഞ്ഞ സംഭാഷണങ്ങളായിരുന്നു എന്ന് നമ്മൾ അത് അനുവദിച്ചു കൊടുക്കേണ്ടി വരും. ഇനിയും മറ്റു പല ഉദാഹരണങ്ങളുമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരം നഗരസഭ, ആ നഗരസഭയിൽ BJP ഭരണം നേടിയാൽ 45 ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും, പ്രത്യേക പാക്കേജ് തിരുവനന്തപുരത്തിന് പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് BJP അവകാശവാദം എന്ന് പറയുന്നത്.
അത് കേവലമായ കുസൃതിത്തരങ്ങളാണോ ഇല്ലയോ എന്ന് അറിയാൻ ഇനിയും നാളുകൾ കാത്തിരിക്കേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞു വന്നാൽ കുസൃതി കുട്ടന്മാരുടെ ഒരു നാടായി നമ്മുടെ കേരളം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം ചർച്ച ചെയ്യാം നമുക്ക്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം. അടച്ചിട്ട മുറികൾക്കുള്ളിൽ കാണിച്ച പരാക്രമങ്ങൾ കുസൃതിത്തരങ്ങളാണെന്ന് ഞാൻ നിങ്ങളും പറയുന്നു? ഒരിക്കലും പറയില്ല. അതും ഈ ശബ്ദധാരാവിലെ മറ്റ് അർത്ഥങ്ങളുണ്ടല്ലോ, ആ അർത്ഥത്തിന് സമമായ പ്രവൃത്തികളാണ് ചെയ്തതൊക്കെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ മറ്റു കാര്യം കൂടി പറയണം. മറ്റൊരു കുസൃതിത്തരം കാണിച്ചിട്ട് രാഹുൽ ഈശ്വർ, അതായത് പണി ചെയ്തവൻ പുറത്തും പിന്താങ്ങിയവൻ അകത്തു എന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വാസ്തവത്തിൽ. അപ്പോൾ അത് മറ്റൊരു കുസൃതിത്തരം. അപ്പോൾ ഈ കുസൃതിത്തരം എന്ന് പറയുന്നതിനകത്ത് വ്യക്തമായ ഒരു നിർവചനമുണ്ട്. ഒരു വാക്ക് എപ്പോഴും അങ്ങനെയാണ്. ചില വാക്കുകൾക്ക് അർത്ഥവിസ്താരം ഉണ്ടാവും, ചില വാക്കുകൾക്ക് അർത്ഥ ലോപവും ഉണ്ടാവും. ഈ കുസൃതി എന്ന വാക്കിന് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായതായി എനിക്ക് നാളിതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായത് എന്തെന്ന് വെച്ചാൽ, മമ്മൂട്ടി അറിഞ്ഞുകൊണ്ട് വിനായകന് കൊടുത്തൊരു പണിയാണോ ഇത് എന്നുള്ളതാണ്. കുസൃതി എന്ന വാക്കിന്റെ അർത്ഥം കുട്ടികളല്ലാത്തടത്തോളം കാലം വലിയവർക്കും ആയിക്കൂടെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു അർത്ഥ തലത്തിലേക്ക് ഇത് നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഒരു പറ്റ് ഏത് നിഷ്കളങ്കിലും പറ്റിപ്പോകും. അത്തരത്തിലൊരു നിഷ്കളങ്കനായ വിനായകന് സംഭവിച്ച ഒരു പറ്റായി പോയിരുന്നു അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികളെന്ന് അദ്ദേഹം ഇന്ന് അറിയുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിവിന്റെ വെളുത്തിൽ അതിന് നല്ല വിവേകമുണ്ട്, തിരിച്ചറിവുണ്ട്. ഈ പറഞ്ഞല്ലോ, വളരെ അപാരമായ അഭിനയ ശേഷി കൊണ്ട് വിസ്മയിപ്പിച്ച ഒരു നടനാണ് വിനായകൻ. അത് ഒരിക്കലും നമുക്ക് പറഞ്ഞു. ഇന്നലെയും ഈ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്, ഇല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ആ നിഷ്കളങ്കത്വം മമ്മൂട്ടിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കാതിരുന്നതിലുള്ള വിയോജിപ്പാണ് എൻ്റെ ഈ വീഡിയോ. ഇനി മറ്റു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ആനക്കൊമ്പ് എടുത്തു വെച്ചെന്ന് കുസൃതി നമുക്ക് കാണാൻ കഴിയുമോ? കോടതി അങ്ങനെയാണോ കണ്ടത്? അപ്പോൾ നമ്മളൊരു കാര്യത്തെ അവലോകനം ചെയ്യുകയോ നിരീക്ഷിച്ച് ഒരു അഭിപ്രായം പറയുമ്പോൾ, അതും ഈ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താവുന്ന ആൾക്കാർ ഒരു അഭിപ്രായം പറയുമ്പോൾ, വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അത് അറിഞ്ഞുകൂടാത്താണെങ്കിൽ പ്രയോഗിക്കാതിരിക്കുക. ഇല്ല എങ്കിൽ വ്യക്തമായി ഈ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുകൂടി വ്യക്തമാക്കാനുള്ള ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ മമ്മൂട്ടി ഇത് പറഞ്ഞു, ഓക്കെ ശരിയാണ്, അദ്ദേഹം കുസൃതി പറഞ്ഞു, ഞാൻ കുസൃതി ഇങ്ങനെയാണ് കണ്ടത് എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. വാസ്തവത്തിൽ ആ വിയോജിപ്പ് മാത്രമേ ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ അഭിനയശേഷിയോ മറ്റു കാര്യങ്ങളെ ഒന്നും ഞാനത് പറയുന്നില്ല. മറ്റു നടൻ സുരേഷ് ഗോപി, അദ്ദേഹത്തിന്റെ വാക്കുകളെ നമുക്ക് കേരളത്തിന്റെ സമൂഹത്തിന്, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക് കുസൃതി അറിഞ്ഞ വാക്കുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാലെ അദ്ദേഹത്തിന്റെ കുസൃതി അറിഞ്ഞ മമ്മൂട്ടിയുടെ ഭാഷയിലെ അദ്ദേഹത്തെ കുസൃതിത്തരത്തിന്റെ പിന്നാലെ നടക്കുകയാണ് മൈക്കുമായിട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകരെല്ലാം തന്നെ. അപ്പോൾ അതിനെയൊന്നും നമുക്ക് ചില കാര്യങ്ങളെ നമുക്ക് കുസൃതിത്തരങ്ങളായി നമ്മൾ കാണുന്നു, മറ്റു ചിലവെ നമ്മൾ കുസൃതിത്തരങ്ങളല്ലാതെ വലിയ പരാക്രമങ്ങളായി കാണുന്നു. ബേസിക്കലി ഈ മറ്റുള്ളവർക്ക് ഉപദ്രവം സൃഷ്ടിക്കാതെ നടത്തുന്ന കൊച്ചു കൊച്ചു വികൃതികളും കുറുമ്പുകളുമാണ് കുട്ടിത്തരങ്ങൾ ആണ്. അത് ഇനി മുതിർന്നവർക്കും ആയിക്കോട്ടെ, ആണ് നമുക്ക് കുസൃതി എന്ന പദത്തിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുക. അപ്പോൾ ആ പ്രവൃത്തിയിൽ ഉൾക്കൊള്ളിക്കാൻ, അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ അത് കുസൃതി എന്ന് വ്യാഖ്യാനിക്കുന്നത് എന്തോ ഒരു ദുഷ്ടലാക്കൂടിയാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അത് എനിക്കിട്ട് കയറാതിരിക്കുക എന്തെങ്കിലും അങ്ങനെ ഉദ്ദേശം വല്ലതും അദ്ദേഹത്തിനുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്ത് തന്നെ ആയാലും ഇങ്ങനെ ഒരു പറഞ്ഞു വന്നാൽ ഒട്ടനവധി കാര്യങ്ങൾ കുസൃതിയിൽ നമുക്ക് വയ്ക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ സ്വപ്ന പറഞ്ഞ സ്വർണ്ണ കഥകളുണ്ട്, സരിത പറഞ്ഞ സോളാർ കഥകളുണ്ട്. ഇതൊക്കെ നമ്മൾ കേരള സമൂഹം കുസൃതികളായിട്ടാണോ കണ്ടിട്ടുള്ളത്? കുസൃതിത്തരങ്ങളായിട്ടാണോ കണ്ടിട്ടുള്ളത്? അല്ല, വളരെ ഗൗരവമുള്ള വിഷയങ്ങളായിട്ടാണ് കേരളം എടുത്ത് ചർച്ച ചെയ്തത് വാസ്തവത്തിൽ. അപ്പോൾ നമ്മൾ മമ്മൂട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊക്കെ കുസൃതിത്തരങ്ങളായി നമ്മൾ കാണണ്ടേ? മറ്റു നടന്മാരുടെ കാര്യം, ഇപ്പോൾ ഭീമൻ രഘുവിൻ്റെ കാര്യങ്ങൾ, അതും കുസൃതിത്തരമാണോ? അദ്ദേഹം പിണറായി വിജയൻ സംസാരിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അത് അദ്ദേഹത്തിന്റെ രീതിയായിരിക്കാം. ഇങ്ങനെ പല നടന്മാരെ കാണുമ്പോഴും, അത് ഈ സിനിമാ രംഗത്തു നിന്നുള്ള ആൾക്കാരായാലും ശരി, മറ്റുള്ള രംഗത്തു നിന്നുള്ള ആൾക്കാരായാലും ശരി, അതിനെ പലപ്പോഴും നമുക്ക് കുസൃതി എന്നുള്ള ലേബൽ ഒട്ടിച്ച് അതിനെ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കില്ല. അത്തരം ഒരു നിസ്സാരവൽക്കരണമാണ് സത്യത്തിൽ മമ്മൂട്ടി അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് എന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമയുടെ ഹോർത്തൂസിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ചർച്ചയ്ക്കിടയിൽ ശ്രീജിത്ത് പണിക്കർ നടത്തിയൊരു അഭിപ്രായമുണ്ട്. അദ്ദേഹം കുറച്ച് സമയം നീട്ടി ചോദിച്ചപ്പോഴത്തേക്കും അത് ഏതോ കാരണവശാലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് സമയമല്ലേ നീട്ടി ചോദിച്ചുള്ളൂ, സംവരണമല്ലല്ലോ നീട്ടി ചോദിച്ചത് എന്ന് പറയുന്നത്. നമുക്കതിനെ കുസൃതിയായി കാണാൻ പറ്റുമോ? അപ്പോൾ കുസൃതിയായി കാണുന്നവരുണ്ടാവാം, പക്ഷേ ഏത് തലത്തിൽ വേണം ഒരു വാക്ക് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതേ വേണം കൃത്യമായ ഒരു കുത്താണ് കൊടുത്തിട്ടുള്ളത് വാസ്തവത്തിൽ. അപ്പോൾ ഇങ്ങനെ ഈ കുസൃതിയെ വ്യാഖ്യാനിക്കുന്ന അതിൽ നമുക്ക് അങ്ങനെ എവിടെയൊക്കെ നമുക്ക്
തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന്, മുനമ്പത്ത് ആ സമരം കൂടുതൽ മുനമ്പൻ നിവാസികളെ സഹായിച്ചത് ആര് എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷെ സമരം അവസാനിച്ച സമയത്ത് പകുതി അവസാനിച്ചു, പകുതി അവസാനിച്ചിട്ടില്ല എന്നുള്ള ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി പി രാജീവും രാജൻ മന്ത്രിയും കൂടി ചെന്ന് നടത്തിയ, അതും എനിക്ക് ഈ തരത്തിലാണെങ്കിൽ കുസൃതിയായിട്ടേ കാണാൻ കഴിയുള്ളൂ. അത് പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയി, സമരത്തിന്റെ ഫുൾ ക്രെഡിറ്റും അവർ പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയി. അതും ഇത്തരത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതും ഒരു കുസൃതിയായി മാത്രമേ നമുക്കത് വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ തിരുവനന്തപുരത്തെ MP ആയ ശശി തരൂർ, അദ്ദേഹം ആദ്യം ഇലക്ഷനിൽ നിൽക്കുമ്പോൾ, തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. എന്താണ് പ്രസ്താവന? തിരുവനന്തപുരത്തെ ബാഴ്സലോണ പോലെ ഇരട്ട നഗരമാക്കുമെന്ന്. ഇന്നത് ആലോചിക്കുമ്പോൾ അത് കുസൃതി തന്നെയായിരുന്നു. ഇരട്ട നഗരം എന്ന് പറയുന്നത് അന്നത്തെ അവസ്ഥയിലും ഗതികെട്ട അവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് മഴ പെയ്താൽ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതും കുസൃതിയുടെ പരിധിയിൽ നമുക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ കുസൃതി ആയിരുന്നോ? അത് അങ്ങനെ ആയിരുന്നില്ല താനും. പിന്നെ മറ്റൊന്ന്, ഈ ചില കുസൃതി തരങ്ങൾ കാണിച്ച് സർക്കാരിൻ്റെ പ്രീതിക്ക് പാത്രമായ കഥാപാത്രങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ വേടൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുസൃതികളെ വരികളായി മാറ്റുകയും ആ വരികൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ അതും മറ്റൊരു കുസൃതിയെ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് കാണുന്ന കണ്ണിൻ്റെയും കേൾക്കുന്ന കാതിൻ്റെയും നിലവാരമനുസരിച്ചിരിക്കും ഒരു കാര്യം ഏതളവിലാണ്, എങ്ങനെയാണ് ആൾക്കാർ ഉൾക്കൊണ്ടുള്ളതെന്ന്, അതിനെ വ്യാഖ്യാനിക്കേണ്ടതെന്നുള്ള കാര്യം. ഇനിയും നമ്മുടെ മാധ്യമങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, മാധ്യമങ്ങൾ പലപ്പോഴും കുസൃതി നിറഞ്ഞപ്പോൾ അന്തിച്ചർച്ചകൾ, പ്രഭാത സംപ്രേഷണങ്ങൾ നമുക്ക് മാറ്റി നിർത്താം, ഒരു പരിധിവരെ മാറ്റി നിർത്താം. വൈകുന്നേരങ്ങളിലെ നിഷ്കളങ്കമെന്ന് കരുതാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ചില കുസൃതി നിറഞ്ഞ അന്തിച്ചർച്ചകൾ, അതിനെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. എന്തല്ല, അതൊരു കുത്തിത്തിരിപ്പ് കുസൃതിയായി എന്നുള്ള തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. അങ്ങനെ മാധ്യമങ്ങളും അവരുടെ പങ്ക് അങ്ങനെ കൊണ്ടുപോവുകയാണ്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അങ്ങനെ അത്തരത്തിലുള്ള സംസ്ഥാനമായി നമ്മൾ കേരളത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും ഈ മഹാനടൻ ഉണ്ടായിരുന്നു. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ പറ്റുമോ കേരളത്തിൽ സമ്പൂർണ്ണമായ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്നു കഴിഞ്ഞുവെന്ന്? പട്ടിണിയുള്ള ആരുമില്ലെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അതും ഇങ്ങനെ പറഞ്ഞാൽ നമുക്കിതെല്ലാം നമ്മൾ വ്യാഖ്യാനിച്ച് കുസൃതിയുടെ ഗണത്തിൽപ്പെടുത്തേണ്ടി വരും. കാരണം ഈ കുസൃതിയുടെ ഗണത്തിൽ മമ്മൂട്ടി പെടുത്തിയ സംഭവ വികാസങ്ങൾ നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ എന്താണോ അതിലേറെ വിളക്ഷമായ കാര്യങ്ങളാണ് പിന്നീട് പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ പലതും നടന്നിട്ടുള്ളതെന്ന് പറയുന്നത്. ചില സംഭാഷണങ്ങൾ, ഫോൺ സംഭാഷണങ്ങളൊക്കെ നമ്മൾ ഉന്നതരെന്ന് കരുതുന്ന പലരുടെയും ചില ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കതിനെ ഒരു കാരണവശാലും കുസൃതിയുടെ ഗണത്തിൽ പെടുത്താനേ കഴിയില്ല. അപ്പോൾ അത് ഈ വിനായകന്റെ പ്രവൃത്തിയെ കുസൃതിയായി കാണണമെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ ഏതളവിൽ കാണണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ചോദ്യം. ഇനി മറ്റൊന്ന്, ചില ഘട്ടങ്ങളിൽ, അവസരങ്ങളിൽ മെഷീനുകളും കുസൃതി കാട്ടും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഭിപ്രായം വെച്ച് നോക്കിയാൽ ബീഹാർ തിരഞ്ഞെടുപ്പിൽ, നേരത്തെ ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ അത് മെഷീൻ്റെ ഒരു കുസൃതി എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. ഇങ്ങനെയും ചില വ്യാഖ്യാനങ്ങൾ അവിടെ വരുന്നുണ്ട്. പിന്നെ മറ്റത്, ഈ രാഹുൽ ഗാന്ധി നമ്മുടെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് കുളത്തിച്ചാൽ അത് മറ്റൊരു കുസൃതി. അത് കേരളത്തിലുള്ള പുറത്തുള്ളൊരു കുസൃതിയെ നമുക്ക് കാണാവുന്നതാണ്. ഇതൊക്കെ വച്ചുകൊണ്ടാണ് ഞാൻ മമ്മൂട്ടിയോട് വീണ്ടും പറയുന്നത്. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ഈ അഭിപ്രായം കേട്ട് കയ്യടിച്ചാലോടാണ് കൂടുതൽ, അധികം ആരും എതിർത്ത് സംസാരിച്ച് ഞാൻ കാണുന്നില്ല വാസ്തവത്തിൽ. അതാണ് മമ്മൂട്ടി പിണങ്ങിയാലോ, മമ്മൂട്ടി വിളിച്ചാൽ ഫോൺ എടുത്തല്ലോ എങ്കിലോ എന്നുള്ള തോന്നലൊക്കെ പലർക്കും ഉണ്ടായിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം നമുക്ക് ഈ അഭിപ്രായത്തിലുള്ള വിയോജിപ്പ് മാത്രമാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. സമൂഹത്തിലെ സ്വാധീനിക്കാൻ കഴിയുന്ന സെലിബ്രിറ്റീസ് ഏതെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അത് പലവട്ടം ആലോചിച്ചിട്ട് വേണം. ഇപ്പോൾ ദേവസ്വം ബോർഡിൽ ഉന്നത സ്ഥാനങ്ങളിലിരുന്ന പത്മകുമാറും വാസുവും കാണിച്ചത് കുസൃതിത്തരമെന്ന് എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഒരിക്കലും പറയില്ല. ഇപ്പോൾ ഒരുപക്ഷെ ഈ പെൺകുട്ടി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി വന്ന പെൺകുട്ടി, അത് രാഹുൽ മാങ്കൂട്ടത്തിന് അതൊരു കുസൃതിയായി കാണാൻ കഴിയുമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്താങ്ങുന്നവർക്ക് കുസൃതിയായി കാണാൻ കഴിയുമായിരിക്കാം. പക്ഷെ പൊതുസമൂഹത്തിന് അതിൻ്റെ കുസൃതിയായി കാണാൻ കഴിയുമോ? ഇല്ല. അത് മറ്റുള്ളവർക്ക് കൂടി, അത് സമൂഹത്തിന് തന്നെ നേർചിന്തയിൽ വിഘ്നം വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് കാണിച്ചത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ നടത്തുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ചില കുറുമ്പുകളും ചില കൊച്ചു കൊച്ചു പ്രകൃതികളെ മാത്രമാണ് നമുക്ക് കുസൃതി എന്ന് പറയാൻ കഴിയുക. മേൽ പറഞ്ഞ രൂപത്തിലാണ് വിനായകൻ കാണിച്ചത് എങ്കിൽ അതിനെ നമുക്ക് കുസൃതി എന്ന് പറയാമായിരുന്നു. അവിടെ മാത്രമാണ് എനിക്ക് വിയോജിപ്പ്, മറ്റൊരർത്ഥത്തിലും വിയോജിപ്പില്ല. ഞാനീ പറയുന്നതുമൊക്കെ ഒരു കുസൃതിയുടെ ബലത്തിൽ അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കാവൂ. അല്ലാതെ എനിക്കിട്ട് കുതിര കയറാൻ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുസൃതി നിറഞ്ഞ വാക്കുകൾ ഇവിടെ നിർത്തുന്നു.